നമസ്കാരം. ഇസ്ലാമിക് നാറ്റോയെ കത്തിച്ച് ഇന്ത്യ. ഇസ്രായേൽ ഇന്ത്യ ബന്ധം തലവേദനയാകും. അത് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തലവേദനയാകുന്നത് മറ്റു പലർക്കുമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ബന്ധത്തെ മറ്റു പലർക്കും തലവേദനയായി തോന്നുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യത്തെയാണ് നമ്മൾ ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദി അറേബ്യയുടെ പണം, പാകിസ്ഥാന്റെ ആണവ ശക്തി, തുർക്കിയുടെ സൈനിക കരുത്ത്, ഇവ മൂന്നും ഒന്നിച്ചു ചേരുന്ന സൈനിക ശക്തി അത് രൂപപ്പെട്ടു വരികയാണ്, ഉദയം ചെയ്തു വരികയാണ്. ഇതിന് വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ആ കൂട്ടുകെട്ട് ഏത് രീതിയിലാണ് ഇന്ത്യയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞുപോയ 2025 സെപ്റ്റംബറിലാണ് സൗദിയും പാകിസ്ഥാനും ചരിത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റിൽ ഒപ്പിട്ടത്. അതിലേക്ക് ഇതാ ഇപ്പോൾ ആരുകൂടി എത്തിയിരിക്കുന്ന തുർക്കി കൂടി ഭാഗമാണ്. അതായത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് 3 രാജ്യങ്ങളെയും ആക്രമിച്ചതിന് തുല്യമായി കാണണമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ സംവിധാനമാണ് ഈ സഖ്യമെന്നൊക്കെ തോന്നുമെങ്കിലും കരാറിന് വലിയ പരിമിതികൾ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഈഗോ തന്നെയാണ് ഉയർത്തിക്കാട്ടപ്പെടുന്ന പ്രധാന പ്രശ്നം. ഇസ്ലാമിക ലോകത്തിന്റെ രാജാവാകാൻ മത്സരിക്കുന്ന തുർക്കിയും സൗദിയും ഇവരെങ്ങനെ ഒരുമിച്ച് പോകുമെന്നതാണ് പ്രധാന ചോദ്യം. രണ്ടുപേരും ഈഗോയിസ്റ്റുകൾ. കടക്കണിയിലായിട്ടുള്ള പാകിസ്ഥാനെ ഇതിലേക്ക് ചേർക്കുന്നത് 0-ന് മുകളിൽ 0 വെക്കുന്നത് പോലെയാണ് എന്നുള്ള പരിഹാസം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാവരും മുസ്ലിം രാജ്യങ്ങളായതുകൊണ്ട് അവരൊരുമിച്ചു പോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരമൊരു സഖ്യം നിലവിൽ വന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുള്ള നടപടികൾ അത് ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സഖ്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് ഇസ്രയേലിനാണ്. അതായത് സൗദി, പാക്, തുർക്കി സൈനിക സഖ്യം യാഥാർത്ഥ്യമായാൽ അത് ഈ ഹമാസ് പോലുള്ള സായുധ സംഘടനകളുടെ പുനരുജ്ജീവനത്തിന് വഴിതെളിക്കുമോ എന്നുള്ള ആശങ്ക അത് ഇസ്രായേൽ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. തുർക്കിയുടെ രാഷ്ട്രീയ പിന്തുണയും സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളും പാകിസ്ഥാന്റെ സൈനിക പരിശീലന വൈദഗ്ധ്യവും ഒക്കെ ഒത്തുചേരുന്നത് ഹമാസിന് പുതിയൊരു ഊർജം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തുർക്കി ഹമാസിനോട് പുലർത്തുന്ന മൃദു സമീപനം ഗാസയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും മേഖലയിൽ വീണ്ടും അസ്ഥിരത ഉണ്ടാക്കുമെന്നും ഒക്കെ ഇസ്രായേൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ത്രികക്ഷി സഖ്യം ഗാസയിലെ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പിന്തുണ നൽകിയാൽ അത് പശ്ചിമേഷ്യൻ സമാധാന കരാറുകളെ ദുർബലപ്പെടുത്തുകയും ഇസ്രായേലിന്റെ സുരക്ഷാ വലയത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഭീഷണി മുൻകൂട്ടി കണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്നത്. ഇന്ത്യയുടെ ആഗോള സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം സഖ്യങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള തീവ്രവാദ പ്രൊപ്പഗൻഡകളെ തകർക്കുവാനും ഇസ്രായേൽ ലക്ഷ്യമിടുകയാണ്. ഇസ്രായേലിന്റെ ആകെ ആയുധ കയറ്റുമതിയുടെ 34% ഇന്ത്യയിലേക്കാണ് എന്നുള്ളത് മറന്നുപോകരുത്. ഇതാണ് ഇന്ത്യ ഇസ്രായേൽ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അടുത്തിടെ $8.7 ബില്യൺ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ അനുമതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയോ റഷ്യയോ പോലും നൽകാത്ത അതീവ രഹസ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറുന്നത് എന്നുള്ളതാണ്. റഡാറുകൾ, ഡ്രോണുകൾ, ബറാക്കേറ്റ് മിസൈലുകൾ, ശത്രുക്കളുടെ ഏതു നീക്കവും നിഷ്പ്രഭമാക്കാൻ ഈ കൂട്ടുകെട്ടിന് കഴിയുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം എന്ന് പറയുന്നത്. ഇന്ത്യയും ഇസ്രായേലും ഉൾപ്പെടുന്ന മഹാസഖ്യത്തിനെതിരെ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ പോലും നടത്തുവാനുള്ള കരുത്ത് ഇസ്ലാമിക് നാറ്റോയ്ക്ക് ഇല്ല എന്ന വിലയിരുത്തലുകൾ സജീവമാണ്. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളെ നേരിടാൻ പോലും പ്രയാസപ്പെടുന്ന സൗദി ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള മറ്റൊരു രാജ്യത്തിന് വേണ്ടി സൈനിക നീക്കം നടത്തുമെന്ന് കരുതുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ ഇത്തരമൊരു വമ്പൻ സഖ്യത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുവാനോ സൈനിക ശക്തി പ്രദർശിപ്പിക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ സൗദി ഇന്ത്യ പോലൊരു ലോകശക്തിയെ പിണക്കി പാകിസ്ഥാന് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് കരുതാനാവില്ല. നയതന്ത്ര തലത്തിലെ ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് കൂടി പറയട്ടെ. ഈ അർമേനിയയെ ഇന്ത്യ സഹായിക്കുമ്പോൾ ഇസ്രായേൽ സഹായിക്കുന്നത് അസർബൈജാനെയാണ്. എന്നാൽ ഇത്തരം ചില പ്രാദേശിക വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും, അതായത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഉണ്ടെങ്കിലും പ്രധാന ശത്രുക്കളെ നേരിടാൻ ഇന്ത്യയും ഇസ്രായേലും ഒരേ മനസ്സോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയെയും ഇസ്രായേലിനെയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ചുരുക്കത്തിൽ ലോകം പുതിയൊരു അധികാര കൈമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് എന്നതാണ്. ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ ചിലർ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ കരുത്തുമായിട്ട് ഇന്ത്യയും ഇസ്രായേലും പ്രതിരോധത്തിന്റെ വൻമതിൽ തീർക്കുന്നു. ആർക്കും ഇവരെ തകർക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് അവർ വളരുന്നു. ശത്രുക്കളുടെ നീക്കങ്ങൾ എത്ര കടുപ്പമേറിയതായാലും അതിനെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യയുടെ തന്ത്രജ്ഞതയും ഇസ്രായേലിന്റെ സാങ്കേതികതയും ഒന്നു ചേർന്ന കൂട്ടുകെട്ട് മതിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് നാറ്റോയെ കത്തിക്കുവാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഈ ഇസ്രായേൽ ബന്ധം തന്നെയാണ് എന്ന് പറയുന്നത്.
മാത്രമല്ല ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറയപ്പെടുന്ന മറ്റുള്ളവർക്ക് തലവേദനയാകുന്നത് അവരുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, നയതന്ത്രങ്ങളിലൂടെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, ഈ ആയുധ കച്ചവടം അടക്കമുള്ളവയിൽ ഇസ്രായേലിലെ ഏകദേശം 34% വരുന്ന ആയുധവും ഇറക്കുമതി ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലേക്കാണ്. ഇസ്രായേലിന്റെ ആകെയുള്ള ആയുധ കയറ്റുമതിയുടെ 34% ഇന്ത്യയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്ന് 34% ആയുധം, ഏകദേശം $8.7 ബില്യൺ മിസൈലുകൾ. അപ്പോൾ ഇത്തരത്തിൽ വലിയ ബന്ധം, ആയുധബന്ധം അടക്കം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നടക്കുമ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇസ്ലാമിക് നാറ്റോയെ പോലുള്ളവർക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ കഴിയില്ല. അവർക്കൊരു തലവേദനയായിട്ട് മാറും. അങ്ങനെ തലവേദന സൃഷ്ടിച്ച് ഇന്ത്യക്കെതിരെ തിരിയാനോ ഇസ്രായേലിനെതിരെ തിരിയാനോ പക്ഷെ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇസ്ലാമിക് നാറ്റോ എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനും സൗദിയും തുർക്കിയും ഒക്കെ അടങ്ങുന്ന ഈ ത്രികക്ഷി സഖ്യം ഏത് തരത്തിലെങ്കിലും ഇന്ത്യക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ തിരിഞ്ഞാൽ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയപ്പെടുന്ന ഈ സംവിധാനത്തിനെ കത്തിച്ച് തരിപ്പണമാക്കും ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ തർക്കം.